കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ പെടുത്തേണ്ടതാണ് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ പെൺകുട്ടികൾ 9 വയസ്സിൽ തന്നെ ഒരുപക്ഷെ പ്രായമുള്ളവളായി മാറാൻ സാധ്യതയുണ്ട്. എപ്പോൾ 9 വയസ്സിൽ ഹൈദ് ഉണ്ടാവുകയാണെങ്കിൽ. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗുഹ്യസ്ഥാനത്തിൽ രോമം വരികയാണെങ്കിലും എന്ത് സംഭവിക്കും? ഇത് പ്രായം തികയും. ഇത് പഠിക്കണം. കാരണം പ്രായം തികയാന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരം നിർബന്ധമായി. കുട്ടിക്ക് 9 വയസ്സല്ലേ, എങ്ങനെ കുട്ടിക്കുള്ളൂ നോമ്പ് നോക്കാൻ കൽപ്പിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല. നിർബന്ധമായി അറബ് രാഷ്ട്രത്തിലേക്ക് ഏകദേശം 10 വയസ്സ് കൂടിയാൽ 10, 11, 12 വയസ്സായി കഴിഞ്ഞാൽ ഇവിടെ എന്താകും? പ്രായം തികയും. എന്തുകൊണ്ട്? ചൂടുള്ള നാടാകുമ്പോൾ ഹൈദുണ്ടാകും പെട്ടെന്ന്. കേരളത്തിൽ ഒരു പക്ഷെ അങ്ങനെ അല്ലായിരിക്കും, അല്ലാഹു ആലം. അതെ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകൾ അവരിൽ നടപ്പാക്കേണ്ടി വരും. ബുലൂഗായി കഴിഞ്ഞ് എന്ന അതുകൊണ്ട് മാതാപിതാക്കളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അവർ ബുലൂഗായോ ഇല്ലേ എന്നറിയലും, ബുലൂഗായി കഴിഞ്ഞാൽ അവർക്ക് അവരോട് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് കൽപ്പിക്കലും, അവർക്ക് പിന്നെ മുമ്പുള്ള 10 വയസ്സ് വരെയുള്ളതായ 9 വയസ്സിന് മുമ്പുള്ളതായ അഥവാ ഹൈദുണ്ടാകുന്നതിന് മുമ്പുള്ളതായ വിധിയല്ല അവർക്ക് ഹൈദുണ്ടായി കഴിഞ്ഞാൽ എന്നത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. സഹോദര സഹോദരിമാരെ, സമയം ശേഷിക്കുന്നുണ്ട്, ബേജാറാണ്ട. പക്ഷേ വിഷയം ഇൻട്രസ്റ്റ് കുറഞ്ഞ വിഷയമാണ്. കാരണം മസല പറയല്ലേ, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം കുറേ കാലമായില്ലേ നമ്മൾ ഹൈദ് കേട്ടിട്ട്, അല്ലേ? കുറേ 5-8-10 വർഷം മുമ്പാണ് പറഞ്ഞത് ഹൈദ്. ഒരുപക്ഷെ ഇപ്പോഴുള്ള മുഖങ്ങളിൽ കൈകൊണ്ടെണ്ണം മാത്രമുള്ള മുഖങ്ങളെ ഞാൻ ഇവിടെ സദസ്സിൽ ഹൈദ് പറഞ്ഞതായ ഹൈദിന്റെ വിധിവിലക്കുകൾ പറഞ്ഞതായ സന്ദർഭത്തിൽ ഉള്ളൂ. ഹൈദുണ്ടായാൽ എന്താ പാടില്ലാത്തത്, എന്താ പാടുള്ളത് എന്നൊക്കെ പഠിക്കൽ നിർബന്ധമാണ്, അല്ലേ? ഹൈദ് ചോര നജസാണെന്ന് നാം പഠിച്ചു. നജസ് ആയതുകൊണ്ട് തന്നെ വരാൻ പോകുന്നതായ വിധിവിലക്കുകളൊക്കെ പഠിച്ചിരിക്കാൻ അനിവാര്യമാണ്. ചില സ്ത്രീകൾ കല്യാണം കഴിച്ച് വരും, ഒരു കാര്യം മുപ്പത്തിക്ക് അറിയില്ല. കാരണം വന്ന വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല. വന്ന വീട്ടിൽ വലിയ തിരക്കാണ്. എന്തേ? കാശുണ്ടാക്കുന്ന തിരക്കിലാണ്. വാപ്പിയും തിരക്കിലാണ്, ഉമ്മയും തിരക്കിലാണ്. അതുകൊണ്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവർ ഫ്രീ അല്ല. ആര്? ഉമ്മയും വാപ്പിയും ഫ്രീ അല്ല. അവർ പിന്നെ ഈ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്ന കോളേജിലേക്കോ സ്കൂളിലേക്കോ അയച്ചിട്ടില്ല. പോയതൊക്കെ ക്രിസ്ത്യാനികളെ സ്കൂളിലേക്കാണ്. അത് വേറെ കണക്ക് പഠിക്കാനാ പോയത്, റിയാദിയാത്ത് പഠിക്കാനാ പോയത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചോര വന്നാൽ എന്ത് വേണമെന്നുള്ളത് അവർക്കറിയില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ച് പെണ്ണ് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴേ ഇവന്റെ ബാധ്യതയിൽപ്പെട്ടു. പിന്നെ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന പെണ്ണ് ദീൻ പഠിക്കാതെയാണ് വന്നതെങ്കിൽ, എടി നിന്റെ വാപ്പ നിനക്ക് പഠിപ്പിച്ചില്ല, എടി നിന്റെ ഉമ്മ നിനക്ക് പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ പറ്റൂല. കാരണം അല്ലാഹ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണം, സംരക്ഷിക്കണം. ഈ കൽപ്പന ഇപ്പോൾ നിന്റെ ഭാര്യ പഠിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ബാധകമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് പഠിപ്പിക്കണം. ഇത്തരം കാര്യങ്ങൾ അറിയാത്തവളാണെങ്കിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ കുറിപ്പുണ്ടായി കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുപോയി അവൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് എപ്പോഴാണ് ഹൈദുണ്ടാവുക, എങ്ങനെയാണ് ഹൈദുണ്ടാ സന്ദർഭത്തിൽ അവൾ ജീവിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ പഠിക്കുക. എന്ന് മാത്രമല്ല, ഹൈദുള്ള സമയത്ത് ബന്ധം പുലർത്താൻ പാടില്ല എന്നതും അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതും ചിലപ്പോൾ അവൾ പഠിച്ചോളുന്നില്ല, അറിയാത്ത ആളാണെങ്കിൽ. നമ്മുടെ ശബ്ദം കേൾക്കുന്ന സഹോദരികളെല്ലാം ഉദ്ദേശിക്കുന്നത് ഇന്ന് ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരിൽ എത്രയോ പേരുണ്ട് അങ്ങനെയുള്ളവര് എന്നത് പറയേണ്ടതായ കയ്പുള്ള വാർത്തയാണ്. ഹൈദുള്ള സമയത്ത് പാടില്ല ഒത്ത് എന്ന് ഞാൻ പഠിച്ചു. ഒത്ത് എന്ന് പറഞ്ഞാൽ സമയവും പാടില്ല. ഹൈദുള്ള സമയത്ത് പാടില്ല എന്ത്? തലാഖ് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ബിദഈ തലാഖുണ്ട്, സുന്നി തലാഖുണ്ട്. ബിദഈ തലാഖ് എന്താണ്? ഹൈദുള്ള സമയത്ത് ചെല്ലലാണ്. ഹൈദുള്ള സമയത്ത് അഥവാ അവൾക്ക് ശുദ്ധി ഇല്ലാത്ത സമയത്ത് തലാഖ് ചെല്ലൽ ബിദഈ തലാഖാണ്. ബിദഈ തലാഖ് അസാധുവാണോ സാധുവാണോ എന്നതിൽ ചർച്ചയുണ്ടെങ്കിലും ഏറ്റവും സഹിയായ അഭിപ്രായത്തിൽ ഒരാൾ ബിദഈ തലാഖ് ചെല്ലിയാൽ തലാഖാകും. ഒരാൾ
തലാഖ് ചെല്ലിയ സമയത്ത് അവൾക്ക് ഹൈളുണ്ടെങ്കിലും തലാഖ് തന്നെയാണ്. പക്ഷെ അത് ചെല്ലൽ തെറ്റാണ്, പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുർഹു ഫല്യുറാജിഅഹ എന്നാരോട് പറഞ്ഞു? ഇബ്നു ഉമറിനോട് പറയാൻ ഉമറിനോട് കൽപ്പിച്ചു. ഉമറിനോട് കൽപ്പിച്ച് എന്ത്? നിങ്ങളുടെ മകൻ ഇബ്നു ഉമറിനോട്, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറയൂ. എന്ത് പറയണം? അവരുടെ ഭാര്യയെ അവർ മടക്കിയെടുക്കട്ടെ. എപ്പോൾ? അവർ തലാഖ് ചൊല്ലിയപ്പോൾ. ഏത് സമയത്ത്? ഹൈദുള്ള സമയത്ത്. അപ്പോൾ മനസ്സിലായില്ലേ? ഹൈദുള്ള സമയത്ത് തലാഖ് ചൊല്ലിയവരെ മടക്കിയെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നതായ ഹദീസിലൂടെ മനസ്സിലാക്കാമെന്ത്? ഹൈദുള്ള സമയത്ത് തലാഖ് ചെല്ലാൻ പാടില്ല. വിധി പറയുമ്പോൾ പറയണം എന്നല്ലാതെ തലാഖെല്ലാം വേണ്ടിയല്ലട്ടാ. തലാഖ് എന്നുള്ള കാര്യം ഒഴിവാക്കല നല്ലത്. ആ തൊള്ളേന്ന് വരരുത്. തൊള്ളയിൽ ഇത് അറിയാതെ പോലും മറന്നിട്ട് പോലും ഉണ്ടാവാൻ പാടില്ല തലാഖ് എന്നുള്ള പദം. എന്തുകൊണ്ട്? അത് അപകടമാണ്. അത് നിനക്ക് അള്ളാഹ് ഹലാലാക്കിയ പെണ്ണിനെ നിന്നെ തൊട്ട് നീ ഹറാമാക്കലാണ്. മനസ്സിലായില്ലേ? ഈ കേസുകൾ കേരളക്കാരിൽ നിന്നിട്ട് പണ്ട് വരാറില്ല, വളരെ കുറവാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫോണുകൾ വരുന്നു തലാഖ് കേസുമായിട്ട് കേരളക്കാരിൽ നിന്നിട്ട് ധാരാളം. പണ്ടൊക്കെ ആക്ഷേപിക്കപ്പെടാറുള്ളത് അറബിയിൽ ധാരാളം തലാഖ് കേസ് കൂടുതലാണെന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ കൗം അതിൽ പിന്നിലല്ല. എന്താ വ്യത്യാസം? അറബികൾ പലരും, എല്ലാവരെ കുറിച്ചല്ല, പലരും അറബികൾ ദീൻ പഠിച്ചത് കൊണ്ട്, ദീൻ അറിയുന്നത് കൊണ്ട് തലാഖായിട്ട് ഗണിക്കുന്നു. നമ്മുടെ കൗമോ തലാഖ് ഇഷ്ടം പോലെ ചെല്ലുന്നു, അറിവില്ലാത്തവരെ തലാഖായി ഗണിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? തലാഖ് ഇഷ്ടം പോലെ ചെല്ലു തന്നെ. ഞാൻ പറയാറുള്ളത് പോലെ 1000 തലാഖ് എന്ന്, ഒരു തലാഖൊന്നല്ല. നിന്നെ ഞാൻ 1000 തലാഖല്ലേ. ബോംബെയിൽ സംഭവിച്ച് ഞാൻ പറഞ്ഞല്ലോ, 1000 തലാഖലി എവിടേക്ക് പോയി? ഖാദി അടുക്കലേക്ക് പോയി എന്നാണ്. ഞാൻ 1000 തലാഖലി എന്നാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ 3 ഏറ്റെടുക്കുക, ബാക്കിയുള്ളതിന്റെ വേറെ ഖാദിമാരെ നോക്കിക്കോ. അതെ. അപ്പോൾ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, തലാഖിനെ കുറിച്ച് ഞാൻ ഇവിടെ തന്നെ അടുത്ത് ഏകദേശം 1 വർഷം തന്നെ പൂർത്തിയായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തലാഖല്ല നമ്മുടെ വിഷയം. പക്ഷേ തലാഖ് ചെല്ലുന്ന വേളയിൽ ഹൈൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പഠിച്ചു. ഹൈൽ ഉള്ള സമയത്ത് തലാഖ് ചെല്ലിയാൽ തലാഖ് ആവുമെന്നും പഠിച്ചു. അങ്ങനെ ഒരാൾ തലാഖ് ചെല്ലുന്ന മേഖലയിലേക്ക്, ഘട്ടത്തിലേക്ക് എത്തിപ്പോയാൽ അതവ ഒരു ഒഴിവില്ല, ഒരു രക്ഷയില്ല. അവൻ കള്ളുകുടിയൻ, അവൻ നമസ്കരിക്കാത്തവൻ, അവനെ ഒഴിവാക്കി കിട്ടണമെന്ന് ഇവൾക്ക് നിർബന്ധം. അല്ലെങ്കിൽ അവൾ നമസ്കരിക്കാത്തവൾ, അവള് തോന്നിവാസി, അവൾ വ്യഭിചരിക്കുന്നവൾ, അങ്ങനെ വല്ല തടസ്സങ്ങൾ, അങ്ങനെയുള്ള വല്ല തുടർന്ന് ജീവിതം മുന്നോട്ട് തെളിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതായ ചുറ്റുപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? തലാഖ് ചെല്ലാം. തലാഖ് ചെല്ലുന്നുണ്ടെങ്കിലോ തലാഖ് ഒറ്റടിക്ക് 3 തലാഖ് ചെല്ലേണ്ടതല്ല, അതും തെറ്റാണ്. അങ്ങനെ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. മറിച്ച് ഒരു തലാഖില്ല. എന്നിട്ടോ നിങ്ങൾ അവരുടെ വീട്ടിൽ നിന്നിട്ട് അവരെ പുറത്ത് പോകാൻ പറയരുത്. തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ തന്നെ താമസിക്കണം. രാവിലെയും വൈകുന്നേരവും അവൻ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ എന്തുണ്ടാകും? സ്നേഹബന്ധം വീണ്ടും ഉണ്ടാകും. അപ്പോൾ അവളെ മടക്കിയെടുക്കാൻ അത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നാം തലാഖിന്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ പറയൽ എടുക്കടി വേഗം ഓടി വിടുന്നതാണ്. അള്ള പറയുന്നത് പുറത്ത് അയക്കരുതെന്നാണ്. നിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്കാൻ പാടില്ല എന്നാണ്. 3 മാസം വരെ, 3 മാസം വരെ, അല്ലെങ്കിൽ 3 ഖുർആൻ കഴിയുന്നത് വരെ, 3 ഹൈൽ കഴിയുന്നത് വരെ. എന്നിട്ട് 3 ഹൈൽ കഴിയുന്നത് വരെ നിനക്ക് അവളോട് ഇഷ്ടമില്ല, അവൾക്ക് നിന്നോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ആ കാരണം മാറിയിട്ടില്ല, കാരണം അങ്ങനെ തന്നെ ശേഷിക്കുന്നു എന്ന് കണ്ടാൽ എന്തായി? അവള് നിന്നിൽ നിന്നിട്ട് ഒഴിവായി. അവള് നിന്നിൽ നിന്നിട്ട് ഒഴിവായി. എന്നാൽ ഇതാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ടാണ് ഉമർ ഖത്താബിന്റെ മകനോട് ഫൽ യുറാജിഅഹ, അവളെ മടക്കട്ടെ എന്ന് പറയാൻ കാരണം ബുഖാരി 5251 നമ്പർ ഹദീസ്, മുസ്ലിമിൽ 1471 നമ്പർ ഹദീസ് ആണ് ഉമർ ഖത്താബിനെ കുറിച്ചുള്ള, എൻ്റെ മകനെ കുറിച്ചുള്ളതായ ഹദീസ്.
പിന്നെ തലാഖ് കഴിഞ്ഞാൽ അപ്രകാരം തന്നെ സലാ നമസ്കരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിൻത് അബി ഹുബൈഷിനോട് പറയുകയുണ്ടായി, ഇദാ അഖ്ബലത്തിൽ ഹൈള് മുന്നിട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? ഫദഇ സലാ, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിച്ച് കളയുക. നാലാമതായി, ഞാൻ പെട്ടെന്ന് പറയാൻ ടൈം അവസാനിക്കുകയാണ്. നാലാമത്തത് അസ്സൗമ്, നോമ്പ് പാടില്ല. അല്പം മുമ്പ് ഓതിയ ഹദീസ് ഉണ്ടല്ലോ, എന്ത് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളെ ഞാൻ കൂടുതൽ നരകത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ ഹദീസാണ്, നീണ്ട ഹദീസാണ്. നിങ്ങളെ ഞാൻ കൂടുതൽ നരകത്തിൽ കണ്ടു എന്ന് റസൂലുള്ളാഹി പറയുകയുണ്ടായി. കാരണം നിങ്ങൾ ഇക്ഫുർനൽ അശീറ വയുക്സിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഭർത്താവിനോട് നന്ദികേട് കാട്ടുന്നവരുന്നു. കൂടുതൽ പറയണ്ട അല്ലേ? ഭർത്താവിനോട് നിങ്ങൾ നന്ദികേട് കാട്ടുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറയുന്നതിന് വേണ്ടിയാണ്, അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അതിലിട്ട് മുക്തരാവാൻ വേണ്ടിയാണ്, എന്നല്ലാതെ നിങ്ങൾ നരകപ്പുള്ളികളാവണമെന്നതല്ല. നിങ്ങൾ നരകപ്പുള്ളികളാവാതിരിക്കാൻ വേണ്ടി കൂടുതൽ സ്ത്രീകളെ ഞാൻ നരകത്തിൽ കണ്ടു. അതിന് കാരണം നിങ്ങൾ കൂടുതൽ ശപിക്കുന്നവരാണ്. നിങ്ങളുടെ തൊള്ളയിൽ നിന്നിട്ട് ശാപം വന്നുകൊണ്ടേയിരിക്കും, പുരുഷന്മാരെക്കാളും കൂടുതൽ എന്നർത്ഥം. പുരുഷന്മാർ ശാപത്തിൽ പിന്നിലൊന്നുമല്ല ഇപ്പോൾ ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിച്ച്. അതേസമയത്ത് സ്ത്രീകളും ശപിക്കുന്നവർ നല്ലവരുണ്ട്. ശപിക്കുമ്പോൾ സ്വന്തം കുട്ടികളെ വരേക്കും ശപിച്ചു കളയുന്നു. അതൊക്കെ മഹാ അപകടമാണ്. നിങ്ങളുടെ ലാ തദ്ഉ അലാ അൻഫുസികും വലാ അലാ ഔലാദികും വലാ അലാ അംവാലികും, അല്ലേ? അങ്ങനല്ലേ? റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരിലോ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെതിരിലോ അപ്രകാരം തന്നെ നിങ്ങളുടെ സമ്പത്തിനെതിരിലോ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നീ ശപിക്കട്ടെ, അത് പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുമ്പിൽ വെച്ചിട്ട് ഒരു സഹോദരി, സഹീഹ് ഹദീസിലാണ്, ഒരു സഹോദരി അവരുടെ കൂടെയുള്ള അവർ കയറുന്ന വാഹനമാകുന്ന അവരുടെ ബഗല അല്ലെങ്കിൽ ഒട്ടകം എന്താണെങ്കിലും വിരോധമില്ല, അതിനോട് പറഞ്ഞു, എന്ത്? അള്ളാഹ് നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. സ്ത്രീകൾ പെട്ടെന്നാണ് ദേഷ്യം വരുമ്പോൾ ശാപം എന്ന പദം ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹ, ഉപേക്ഷിച്ച് കളയുക, ദഅഹ, അതിൽ ഉപേക്ഷിച്ച് കളയുക, തുടരുത് നിങ്ങൾ. ഇത് ഒരു മുസ്ലിമായ നിങ്ങളുടെ തൊള്ളയിൽ നിന്നിട്ട് ശപിക്കപ്പെട്ട സാധനം എന്ന് നിങ്ങൾ ശപിച്ചു കഴിഞ്ഞതായ ആ വാഹനത്തിനെ നിങ്ങൾ വിട്ടുകളയണം. അങ്ങനെ വിട്ടുകളഞ്ഞു എന്നാണ് സഹാബാക്കൾ പറയാണ്. ഞങ്ങൾ ഇങ്ങനെ കാണാണ്, അതിങ്ങനെ സ്വന്തം പോവാ മരുഭൂമിയിൽ കൂടി, ആരും തൊടാനില്ല. റസൂലുള്ളാഹിന്റെ തൊള്ള കൊണ്ട് പറഞ്ഞാണല്ലോ നിങ്ങൾ തൊടാൻ പാടില്ല എന്നത്. എന്താ കാരണം? ശപിക്കപ്പെട്ടു. അപ്പോൾ ശപിക്കുക എന്നുള്ളത് മഹാ അപകടമാണ്. ശപിക്കുക എന്നത് ലഅനത്തുൽ മുഅ്മിനി ഖത്ലുഹു, ഒരു മുഅ്മിനിനെ ശപിക്കൽ അവനെ കൊല്ലുന്നതിനോട് തുല്യമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത് പാടുള്ളതല്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാൻ കാരണം, എന്താണ് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ നോമ്പ് പിടിക്കാറില്ല, നിങ്ങൾ നമസ്കരിക്കാറില്ല എപ്പോൾ? ഹൈദുള്ള സമയത്ത് എന്ന് പറഞ്ഞതായ ഭാഗം. ബുഖാരിയിൽ 304 നമ്പർ ഹദീസ് അല്പം മുമ്പ് ഞാൻ ഓതിയത്. അതെ. അഞ്ചാമതായി ഹൈലുള്ള വേളയിൽ സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ് എന്ത്? തവാഫ് പാടില്ല. പലരും വിളിച്ചു ചോദിക്കും, ഹജ്ജ് സീസണിൽ പ്രത്യേകിച്ച്, എന്ത് വേണം? പ്ലെയിൻ പറക്കാനായല്ലോ, ഞാൻ ഇഫാദത്തിന് തവാഫ് ചെയ്തിട്ടില്ല, ഇഫാദത്തിന് തവാഫ് ചെയ്യാതെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹൈലോട് കൂടി തവാഫ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഫത്വ കൊടുക്കുന്നവരുണ്ട് എന്നാണ്. എന്ത് അടിസ്ഥാനത്തിൽ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി. അത് പന്നിമാംസം ഹലാലാകുന്ന ടൈം പോലത്തെ ഒരു വിഷയമാണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പൊതുവിധി പറയാൻ നടക്കരുത്. അറിവില്ലാത്തവർ കേരളത്തിൽ നിന്നിട്ട് ഹാജിമാർക്ക് ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അഥവാ ഹൈദുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭദ്രമായി കെട്ടി ഹൈദോട് കൂടി തവാഫ് ചെയ്തിട്ട് നിങ്ങൾ പ്ലെയിനിൽ കയറി യാത്ര തുടരുക എന്ന് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് കേരളത്തിൽ നിന്നിട്ട്. ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു നിയമമേ ഇല്ല ഇസ്ലാമിൽ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൂടെയുള്ള
റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്നിട്ട് സഫിയ ആയിരിക്കാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹൈദുണ്ടായി റസൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ അഹാബിസത്തുനാഹിയ, അവര് നമ്മയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമോ? എന്നെന്ന് മാത്രമല്ല, മദീനത്ത് നിന്ന് റസൂലിന്റെ കൂടെ പോയ ലക്ഷത്തോളം സഹാബാക്കളെ ഞങ്ങളെ മുഴുവനും അവർ തടസ്സപ്പെടുത്തിയോ? അപ്പോൾ പോയി ചോദിച്ചു, നിങ്ങള് തവാഫുൽ ഇഫാദ ചെയ്തോ എന്ന് ചോദിച്ചു. ഹജ്ജിന്റെ തവാഫ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തോ, അതിന് ശേഷമാണോ മെൻസസ് ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഹജ്ജിന്റെ തവാഫ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് മെൻസസ് ഉണ്ടായത്. എന്നാൽ ഫൽ നംദി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, എന്നാൽ നമുക്ക് പോകാം. അപ്പോൾ അല്ലെങ്കിൽ പറയൂ പോകരുത്, അല്ലെങ്കിൽ പോകാൻ പാടില്ല, കൂട്ടത്തോടു കൂടിയേ പറയുന്നത്. മദീനയിലേക്ക് കൂട്ടത്തോടുകൂടി സഹാബാക്കൾ അടക്കമുള്ള ഹാബിസത്തുനാ പറയുന്നത്. അതുകൊണ്ട് തെളിവില്ല. പിന്നെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ വന്ന സ്ത്രീ, ആ സ്ത്രീക്ക് ആ പ്ലെയിൻ അല്ലാതെ വേറെ പ്ലെയിൻ പോകാനില്ല, ആ കൂട്ടുകാരല്ലാതെ വേറെ പോകാനില്ല എന്നതുപോലെ, മനസ്സിലായില്ലേ? ടൈമാണെങ്കിൽ വളരെ അവൾ തനിച്ചു പോകാൻ അവൾക്കൊണ്ട് സാധിക്കൂല. അവൾ ഈ ഒതിയാണ്, അവൾ ഈ പെണ്ണാണ്. അങ്ങനെയുള്ള വല്ല കേസും വന്നാൽ ആ സന്ദർഭത്തിൽ നിറഞ്ഞ ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാനെ പേടിച്ച് വിധി പറയുന്ന പണ്ഡിതനെ പോയി കാണാം. എന്നാൽ പന്നിയിറച്ചി ഹലാലാകുന്ന വിധി പോലെ വിധിക്കേണ്ട വിധിയാണ് പറയുന്നത്. പന്നിയിറച്ചി എപ്പോൾ ഹലാലാവാ? പന്നി മാംസം എപ്പോൾ ഹലാലാവാ? അതെ, ഒരാൾക്ക് മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു, ഒരു രക്ഷയുമില്ല, ഒരു സാധനവും തിന്നാനില്ല, പന്നി മാംസമല്ലാതെ വേറൊന്നുമില്ല. അവിടെയും അല്ലാഹ് പറയാണ്, ഫമലിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ. ഏതായാലും തിന്നാൻ അല്ലാഹ് അനുവദിച്ച സമയമല്ല, കളയാന്ന് വിചാരിച്ചിട്ട് പന്നി മാംസം നോക്കാതെ നന്നായി തിന്നരുത്. പിന്നെയോ, നിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ആവശ്യമുള്ളതേ അനുവദിച്ചിട്ടുള്ളൂ അവിടെ. ഇതുപോലത്തെ കാര്യമാണ് എന്ത്? പലിശ. ഇതുപോലത്തെ കാര്യമാണ് ഈ പറഞ്ഞതായ മസാല. എന്നല്ലാതെ പലിശ എന്താ, അത് നിന്റെ അക്കൗണ്ടിൽ വരികയല്ലേ, അത് നീ എടുത്തിട്ട് ധർമ്മം ചെയ്തു. എത്ര ധൈര്യ പറയാൻ. അള്ളാഹ് പറയാണ്, എന്നോടും എൻ്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് നിങ്ങൾ പലിശ തിന്നലെന്ന് പറയുമ്പോൾ, ആ യുദ്ധം ചെയ്യുക എന്ന ആ മഹാപാപത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അതിന് ഞാൻ തൊടൂല. നിന്റെ നിന്റെ അക്കൗണ്ടിൽ വരട്ടെ വരാതിരിക്കട്ടെ, നിന്റെ കാശല്ലാത്തതിനെ കുറിച്ച് നീ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലേ തീർന്നല്ലോ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ് ഈ മസ്അല. ഏത്? തവാഫ് ചെയ്യാൻ പാടുണ്ടോ മെൻസസ് ഉള്ള സഹോദരിമാർ, സ്ത്രീകൾ എന്ന ചോദ്യത്തിന് മറുപടി. റസൂലിന്റെ വാക്ക് വളരെ വ്യക്തമാണ്. ബുഖാരിയിൽ മുത്തഫഖുൻ അലൈഹി, ബുഖാരിയിൽ 3305, മുസ്ലിമിൽ 1211. എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ ശരീഫിലേക്ക് എത്തിയപ്പോൾ ഹൈദുണ്ടായി ആയിഷക്ക്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹജ്ജിന് പോകുന്ന വേളയിൽ ശരീഫ് എന്ന സ്ഥലം മക്കയിലേക്ക് എത്തുന്നതിന് ഏകദേശം 30 അതിൽ കൂടുതലോ കുറവോ ആണ്. അല്പം അടുത്ത് തന്നെയാണ് മക്കയിൽ. റസൂലുള്ളാഹിന്റെ ഭാര്യ മൈമൂനയുടെ നാടാണത്. മൈമൂനയുമായിട്ട് റസൂലുള്ളാഹി വീട്ടുകൂടിയ സ്ഥലമാണത്. അവിടെ വെച്ചിട്ട് തന്നെയാണ് മൈമൂന മരിച്ചതും റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം. അങ്ങനെയുള്ള അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടെ വെച്ചിട്ട് ഹൈദുണ്ടായതായ വേളയിൽ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? ഇസ്നഇ അല്ലെങ്കിൽ ഇഫ്അലി മാ യഫ്അലുൽ ഹാജ. ഹാജിയാർ ചെയ്യാറുള്ളത് മുഴുവനും നീ ചെയ്യൂ ആയിഷ. ഇഫ്അലി കുല്ലമാ യഫ്അലുൽ ഹാജ്. ഹാജിയാർ ചെയ്യാറുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇല്ല എന്തൊഴിച്ച്, ഇല്ല അൻ തതൂഫി ബിൽ ബൈത്ത് ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ കഅബയിൽ തവാഫ് ചെയ്യരുത്. വ്യക്തം. കഅബയിൽ നിങ്ങൾ തവാഫ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ തവാഫ് ശേഷം സഈ വരികയാണെങ്കിൽ സഈയും പാടില്ല. എന്തുകൊണ്ട്? സഈ ആയതുകൊണ്ടല്ല, സഈ ചെയ്യാം ഹൈദുള്ള സമയത്ത്. പിന്നെ എന്തുകൊണ്ട് സഈന്റെ ടൈം വരുന്നത്? സഹിഹായ അഭിപ്രായത്തിൽ ഹജ്ജിന്റെ തവാഫിന് ശേഷമാണ്. തവാഫിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല. ഏത് രൂപത്തിലല്ലാതെ ഒരാൾ ആദ്യം പോയിട്ട് തവാഫിൽ ഖുദൂം ചെയ്തു, എന്നിട്ട് അവൻ സഈ ചെയ്താൽ ആ സഈ ഹജ്ജിന്റെ സഹിയാക്കി മാറ്റാവുന്നതാണ്. എന്നല്ലാതെ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടി പോയതായ പെണ്ണാണെങ്കിൽ അവള് ചെയ്യാൻ വേണ്ടി വരുന്നതായ തവാഫ് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
സഹി ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഹജ്ജ് സീസണിൽ വരാനുള്ള ചോദ്യമാണ്, മനസ്സിലല്ലേ? സഹി ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുമെന്ന് പറയുന്നതായ അഭിപ്രായം ഏറ്റവും ഷാദ്ദായ റിവായത്തായിട്ടാണ് നമ്മുടെ ഉലമാക്കൾ അത് ഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പരിഗണിക്കാൻ പറ്റുകയും ഇല്ല. ഇനി ഹൈദ് കഴിഞ്ഞു, തവാഫ് കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞ ശേഷമാണ് എന്തുണ്ടായത്? ഹൈദ് ഉണ്ടായത്. സൈ ബാക്കിയുണ്ട്. എന്നാലോ സൈ ചെയ്യാം, മനസ്സിലായില്ലേ? സൈ ചെയ്യാം. ഇത് അവർക്ക് പിന്നെ ഹജ്ജ് പൂർത്തിയാക്കുകയും ചെയ്യാം. ആറാമത്, അല്പസമയം 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, നിർത്താണ്. ആറാമതായി, ഹൈദുള്ള സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരിൽ നിന്നിട്ട്, ഫുഖഹാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് സഹാബാക്കളിൽ നിന്ന് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഖുർആൻ പാരായണം ചെയ്യുക എന്നതും അനുവദനീയമല്ല എന്നതാണ്. എന്തല്ലറൂറത്തിന് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അഥവാ മനപ്പാടമാക്കിയതായ ഖുർആന് കുറേ ദിവസം ഓതാതിരുന്നാൽ മറന്നു പോകുമെന്ന് പേടിയാവുകയാണെങ്കിൽ ഖുർആൻ സ്പർശിക്കാതെ, കൈകൊണ്ട് തൊടാതെ, അല്ലെങ്കിൽ കൈ കൊണ്ടോ, അല്ലെങ്കിൽ ഖുർആനിന് പകരം പരിഭാഷ ഉപയോഗിച്ചുകൊണ്ടോ ഓതുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറയുന്നവര് ആധുനിക പണ്ഡിതന്മാരിലുണ്ട്. ഇതിനെല്ലാം തെളിവെന്താണ്? ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ ഈ ഖുർആനിനെ സ്പർശിക്കരുത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നും ചർച്ചയുണ്ട്. ആ അഭിപ്രായ പ്രകാരം തെറ്റില്ല ഖുർആൻ ഒളു ഇല്ലാതെ സ്പർശിക്കലോ തൊടലോ. എങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം അനുസരിച്ചിട്ട് ഖുർആൻ ഓതാനും ഒളു വേണം, ഖുർആൻ പാരായണം ചെയ്യാൻ ഒളു നിർബന്ധമില്ല എങ്കിലും. പക്ഷേ ഹൈദുള്ള സ്ത്രീകൾക്ക് ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ഖുർആൻ തൊടാനും എന്ത് വേണം? ഹൈദിൽ നിന്ന് ശുദ്ധീകരിക്കണം എന്നതാണ്. അതുപോലെ തന്നെ പള്ളിയിൽ കടക്കുക. അപ്പോൾ ഹൈദിൽ നിന്നിട്ട് ഹൈദുള്ള സന്ദർഭത്തിൽ ഖുർആൻ ഓതാൻ അനുവദിച്ചത് ഏത് രൂപത്തിലാണ്? ഖുർആൻ മനപ്പാടമിട്ടവരാണ്. അവർക്ക് ഖുർആനിനെ ഇടയ്ക്ക് ഓതിയില്ലെങ്കിൽ മറന്നുപോകും, അല്ലെങ്കിൽ പരീക്ഷയ്ക്കിരിക്കേണ്ടതുണ്ട്. അത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹൈദുള്ള സമയത്താണ് ഖുർആന്റെ പരീക്ഷ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് ലറൂറത്തൻ മാത്രം, നിർബന്ധിതാവസ്ഥയിൽ മാത്രം ഓതാം. അല്ലാത്ത സന്ദർഭത്തിൽ ഈ പറയുന്ന ശുദ്ധിയോടുകൂടി തന്നെ ആവണം എന്നതാണ് അവർ നടപ്പാക്കേണ്ടത്. ഇതിൽ അദ്കാറുകളിൽ പെടുന്നതായ ആയത്തുകൾ കടക്കുന്നതല്ല, അദ്കാറുകളിൽ പെടുന്നതായ ആയത്തുകൾ പെടുന്നതല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? പറഞ്ഞൊരാവശ്യമില്ലല്ലോ. അദ്കാറുകളിൽ പെടുന്ന ആയത്തുകൾ ദിനം ഓതാറുള്ളതായ അദ്കാറുകളുണ്ടല്ലോ, അദ്കാറുകളായി നാം ഓതാറുള്ളതായ ആയത്തുകളോ സൂറത്തുകളോ അതിൽ പെടുന്നതും അല്ല. ഖുർആൻ ഹൈദുള്ള സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതും ശക്തിയായ തെളിവുണ്ട്. അതേസമയത്ത് നിർബന്ധിതാവസ്ഥയിൽ ഹൈദ് അള്ളാഹ് തന്നെ ഖുർആനിൽ ജനാബത്തുള്ളതായ ആൾക്കാർക്ക് വിട്ടുകിടക്കാം, വഴിയാക്കി മാറ്റാം, അത്രയേ ഉള്ളൂ. ഒരു ഭാഗത്തിൽ നിന്നിട്ട്, പള്ളിയുടെ ഒരു ഭാഗത്തിൽ നിന്നിട്ട് കയറി നടക്കാം മറ്റേ ഭാഗത്തിൽ കൂടി, വേറെ വഴിയില്ലെങ്കിൽ അങ്ങനെ എന്നത് മാതിരി പള്ളി വൃത്തികേടാകുമെന്ന് കണ്ടാൽ ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ ഭാഗത്ത്, നമ്മുടെ മലയാള സ്ത്രീകളിൽ അത് ഉണ്ടാവുകയില്ല എങ്കിലും മറ്റു പല നാടുകളിൽ നിന്നിട്ട് വരുന്ന സ്ത്രീകളുടെ ഭാഗത്തിലൊക്കെ മെൻസസിൻ്റെ അവശിഷ്ടങ്ങളും അപ്രകാരം തന്നെ പെമ്പേഴ്സും അതുപോലെ തന്നെ അഴുക്കുകളെല്ലാം പള്ളിയുടെ അകത്ത് ഉള്ളതായിട്ടും മൂത്രം വരെ മൂത്രിക്കുന്നവർ വരെ പലരെയും കണ്ടതായിട്ടൊക്കെ പള്ളിയുടെ സ്ത്രീകളുടെ ഭാഗത്തൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ ഉപദേശിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ബോധവാന്മാരാക്കണം. സ്ത്രീകളുടെ ഭാഗത്തിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ക്ലാസ് മെമ്പർമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അങ്ങനെയുള്ളവരെ കണ്ടാൽ ഇത് പള്ളിയാണ്, ഇത് അള്ളാഹുവിൻ്റെ വീടാണ്, ഇത് ഖുർആൻ പാരായണം ചെയ്യാനും ഇത് നമസ്കരിക്കാനും ഇത് ദിക്ർ ചെല്ലാനുമുള്ളതായ സ്ഥലമാണ് എന്നതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഹൈദുള്ളവർക്ക് ബുലൂഗാവെന്ന് പഠിച്ചു. അതുപോലെ തന്നെ തലാഖ് എണ്ണാൻ കണക്ക് കൂട്ടുന്നതാണ് ഹൈദ് എന്ന് പഠിച്ചു.
അതുപോലെ തന്നെ ഹൈദുണ്ടായിക്കഴിഞ്ഞാൽ ഗർഭാശയം ക്ലിയർ ആകുമെന്ന് പഠിച്ചു അല്ലേ? ഹൈദുണ്ടായിക്കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ എന്തില്ല? മുമ്പത്തെ ഭർത്താവുമായുള്ളതായ ആ സംയോഗത്തിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായ ഗർഭമില്ല, അത് ഒഴിവായി എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇതുകൂടി ഈ മസലയും കൂടി പറഞ്ഞു നിർത്താം. ഒരു സ്ത്രീക്ക് ഹൈദുണ്ടാകുന്നത് ഉറൂബിന് മുമ്പാണെങ്കിൽ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഹൈദുണ്ടാകുന്നത് ഉറൂബിന് മുമ്പാണെങ്കിൽ ശുദ്ധിയായി കഴിഞ്ഞാൽ ആ ദിവസത്തെ ളുഹ്റും ആ ദിവസത്തെ എന്ത് നിസ്കരിക്കണം? ളുഹ്റും അസറും നമസ്കരിക്കണം. കാരണം മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് അവള് മഗ്‌രിബിന് മുമ്പാണെങ്കിൽ അവള് നമസ്കരിക്കാത്തതായ നമസ്കാരം മഗ്‌രിബാണെങ്കിൽ, സോറി എന്താ പറഞ്ഞത്? മഗ്‌രിബിന് മുമ്പാണ് ഒരു സഹോദരി ശുദ്ധിയായതെങ്കിൽ, ഒരു സഹോദരിക്ക് മഗ്‌രിബിന് മുമ്പാണ് ശുദ്ധിയായതെങ്കിൽ അവള് ഖളാ വീട്ടാൻ തുടങ്ങേണ്ടത് മഗ്‌രിബ് മുതലല്ല, പിന്നെയോ ളുഹ്റും അസറും ഖളാ വീട്ടണം എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ മാലിക് ഉണ്ട്, ഷാഫി ഉണ്ട്, അഹ്മദ് ബിൻ ഹംബൽ ഉണ്ട്. ഇവരൊക്കെ പറയുന്ന അഭിപ്രായമാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ഈ അസറിനെ ളുഹ്റോട് കൂടി ജംആക്കാൻ പറ്റും. ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരവുമായിട്ട് ജംആക്കാൻ പറ്റുന്ന നമസ്കാരമാണെങ്കിൽ ആ രണ്ട് നമസ്കാരത്തെയും അവരെന്ത് വേണം? ഖളാ വീട്ടേണ്ടതാണെന്നാണ്. ഇപ്രകാരം തന്നെ ഒരു സ്ത്രീക്ക് ശുദ്ധി ഉണ്ടാകുന്നത് ഫജ്ർ സാദിഖിന് മുമ്പാണെങ്കിൽ മഗ്‌രിബും ഇശയും അവരെന്ത് വേണം? മഗ്‌രിബും ഇശയും അവര് ഖളാ വീട്ടണം. മനസ്സിലായോ? ഫജ്ർ സാദിഖിന് മുമ്പാണ് ശുദ്ധിയാകുന്നതെങ്കിൽ അവരെന്ത് വേണം? ഫജ്ർ സാദിഖ് മുതൽ നിസ്കരിച്ചാൽ പോരാ, പിന്നെയോ രാത്രിയത്തെ മഗ്‌രിബും ഇശയും നമസ്കരിക്കണം. ഇപ്പോൾ ക്ലിയറായല്ലോ? പുതുവർഷം വരുമ്പോൾ പരസ്പരം ആശംസകൾ കൈമാറുക എന്നത് ഇസ്ലാമിലുണ്ടോ? അത് ഇസ്ലാമിൽ നാം ഹിജ്റ വർഷം വരുന്ന വേളയിൽ ആരെങ്കിലും നമ്മളോട് വല്ലതും പറഞ്ഞാൽ ആ പറഞ്ഞതിന് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്ലാമുമായി ബന്ധപ്പെട്ട, ഹിജ്റയുമായി ബന്ധപ്പെട്ട വർഷമായതുകൊണ്ട്. അതേസമയത്ത് ക്രിസ്തുമസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു മതത്തിന്റെ ചടങ്ങാണ്. അതുകൊണ്ട് ആ ക്രിസ്തുമസ് കൊണ്ടാടലോ അതിന്റെ ഭക്ഷണം കഴിക്കലോ അതിന്റെ പേരിൽ അങ്ങുമിങ്ങും ആശംസകൾ കൈമാറലോ പാടുള്ളതല്ല. ഇസ്ലാമിൽ നമുക്ക് നമ്മുടേതാകുന്ന മതമുണ്ട്, നമ്മുടേതാകുന്ന ആദർശമുണ്ട്, നമ്മുടേതാകുന്ന മൂലാധാരമുണ്ട്, നമ്മുടേതാകുന്ന നേതൃത്വമുണ്ട്, നമ്മുടേതാകുന്ന വിജ്ഞാനം നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പിന്നിൽ അണിനിരക്കലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ മറ്റു മതസ്ഥരോട് റസൂൽ പറഞ്ഞതുപോലെ തുല്യപ്പെടുക എന്നത് പാടുള്ളതല്ല, ഒരിക്കലും പാടുള്ളതല്ല എന്നതാണ് ശരിയായ മറുപടി. അതന്നെ. പിന്നെ സോപ്പിടലൊന്നും ഇസ്ലാമിലില്ല. സോപ്പിടേണ്ട സമയത്ത് മാത്രം സോപ്പിട്ടാൽ മതി. ഇത് സോപ്പിടേണ്ട കാര്യമല്ല. അത് മൊബൈലിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് അല്ലേ? ക്രിസ്മസിന്റെ ദിവസങ്ങളല്ലേ ആശംസകൾ. അത് മുസ്ലിങ്ങളാണ് ആശംസ പറയുന്നത്. മുസ്ലിമിനോട് പറയാണ്, നീയും ഇതായിട്ട് എന്താ ബന്ധമുള്ളത്? ഈ ക്രിസ്താബ്ദ വർഷത്തിൽ തന്നെ ചർച്ചയാണ്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചർച്ചയാണ്. ക്രിസ്താബ്ദ വർഷം കണ്ടുപിടിച്ചത് തന്നെ നമ്മുടെ നേതാവിനെ മാതിരി മക്കയിൽ നിന്ന് വന്നു, ഇത്രാമത്തെ വർഷത്തിൽ വന്നു, 1400 വർഷങ്ങൾക്ക് മുമ്പ് വന്നു, ഒരു തിങ്കളാഴ്ച വന്നു, ഒരു റബീഉൽ മാസത്തിൽ വന്നു. അങ്ങനെ 1434 വർഷമാണ്. ഇങ്ങനെ പറയാനുള്ള വല്ലതുണ്ടോ? ഇല്ല. പിന്നെയോ യേശു ക്രിസ്തു എന്നവർ പറയുന്ന നമ്മുടെ നേതാവായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു എന്നവർ പറയുന്ന നമ്മുടെ നേതാവായ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടയിടം മുതൽ 300 വർഷം കഴിയുന്നത് വരെ അവർ ചർച്ചയിൽ വന്നിട്ടില്ല എന്നാണ്. എന്ത്? എപ്പോഴാണ് ഈ ക്രിസ്താബ്ദ വർഷം എന്നത് പിന്നെയാണ് വരുന്നത് ഈ വർഷത്തെക്കുറിച്ച്. അങ്ങനെയുള്ള ഐതിഹ്യമാണ് ക്രിസ്താബ്ദ വർഷം. അങ്ങനെയുള്ള ഐതിഹ്യത്തിന്റെ പേരിൽ നടക്കുന്നതായ ഒരു ചടങ്ങാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അതിന്റെ പിന്നാലെ നടക്കാൻ പാടുണ്ടോ? നാം ഒരിക്കലും പാടില്ല എന്നത് വളരെ ശക്തിയായിട്ട് മദീനയിൽ ജീവിക്കുമ്പോൾ റസൂലുള്ളാഹിനോടുള്ളതായ മഹബത്ത് കാട്ടാൻ ഉദ്ദേശിക്കുന്ന ഓരോ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഭാഗമാണ്.
യാത്ര പുറപ്പെടുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ടോ? യാത്രയ്ക്ക് എന്ന രൂപത്തിൽ 2 റക്അത്ത് നമസ്കാരമില്ല. എന്തെങ്കിലും ഒരു കാര്യം റസൂല് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇതാ ഹസബഹു അമ്രു എന്നാണല്ലോ റസൂൽ പറയുന്നത്, അല്ലേ ഹദീസിലുള്ളത് റസൂലുള്ളാഹിയെ കുറിച്ച്. ഇതാ ഹസബഹു അമ്രു, എന്തെങ്കിലും ഒരു വിഷയം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അങ്ങനെ ഒരു പ്രധാന കാര്യങ്ങളിൽ പെട്ടതാണ് ചിലപ്പോൾ യാത്ര. ചിലപ്പോൾ എന്ന് പറയാൻ കാരണം എന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ സാധനങ്ങൾ, ചരക്കുകളൊക്കെ എന്നും അങ്ങുമിങ്ങും എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു യാത്രയല്ല. അതേസമയത്ത് എപ്പോഴെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ കൈയാളാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിസ്കരിക്കുന്ന നമസ്കാരം, ഒന്നിരിക്കലോ ഇസ്തിഖാറയുടെ നമസ്കാരം അല്ലെങ്കിൽ ഹാജത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന രൂപത്തിൽ പറയപ്പെടാറുണ്ട്. എന്നല്ലാതെ യാത്രക്കായിട്ട് പ്രത്യേക നമസ്കാരം പറയാൻ ഇല്ല. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്നിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ പലതും നാം പറഞ്ഞു കഴിഞ്ഞു. സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദിച്ചു അന്വേഷിക്കുകയും ചെയ്യാം. അത്തരം കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ചിട്ട് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലര് മരണപ്പെട്ട വാർത്ത പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അള്ളാഹു മാഫി ചെയ്തു തരുമാറാകട്ടെ. അപ്രകാരം രോഗമുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ, പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ, പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. ആ കൂട്ടത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും എന്നും ജീവിക്കൂലല്ലോ. രോഗികളിൽ നിന്നിട്ട് മരിക്കാൻ അള്ളാഹ് തീരുമാനിച്ചവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ, ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. നല്ല പരിപൂർണ്ണ ഹുസ്നുൽ ഖാത്തിമ അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അല്ലാഹു നൽകട്ടെ, സാലിഹ്യങ്ങളായ ഇണകൾ അല്ലാഹു നൽകട്ടെ. അപ്രകാരം രോഗത്തെ സുഖപ്പെടുത്തട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, പ്രയാസങ്ങൾ നീക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്.